ഹലോ അസ്സാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുഞ്ഞുങ്ങൾക്കൊക്കെ 6 മാസം മുതൽ 3 വയസ്സ് വരെ അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതപ്പൊടി വെച്ചിട്ട് ഒരു അടിപൊളി കുറ്റിപ്പുട്ട് ഉണ്ടാക്കുന്ന റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും, അതിലോളം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റിയാണ്, ഭയങ്കര ഒരു ടേസ്റ്റിയാണ് കേട്ടോ. നമുക്ക് കുട്ടികളൊക്കെ കഴിക്കാത്ത കുട്ടികളൊക്കെ കഴിക്കും, അത്രയ്ക്കൊരു രുചിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ അമൃതപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ അമൃതപ്പൊടി. വെറും അമൃതപ്പൊടി വെച്ചാണ് കേട്ടോ നമ്മളത് ഉണ്ടാക്കിയെടുക്കുന്നത്. അത് ഒരു പാക്ക് ഫുള്ള് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, സാധാ നോർമൽ വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു ലേശം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഉപ്പൊന്നും വേണ്ട, അത് കുറഞ്ഞൊരു മധുരമുണ്ട് ആ പൊടി. അപ്പോൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുള്ളി മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ പുട്ട് നനച്ചെടുക്കൂലേ, അതേപോലെ ഒന്ന് നനച്ചെടുക്കാം. നമ്മൾ പുട്ടിന് നനയ്ക്കുന്നതിനേക്കാളിലും നനവ് വേണം കേട്ടോ ഇതിന്. പിന്നെ ഒരു 5 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്താൽ പിന്നെ ഒന്ന് ഡ്രൈ ആയി വരും കേട്ടോ. അപ്പോൾ ഇനി കുറച്ചും പാടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചേർത്ത് കൊടുത്ത് നോക്കാം കേട്ടോ. അതിന് ഏറി കഴിഞ്ഞാൽ അമൃതപ്പൊടി വേറെ ഉണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ഇതൊരു അത്യാവശ്യം നനവിൽ വേണം കേട്ടോ. കണ്ടില്ലേ, നല്ലവണ്ണം നനഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ ഉരുട്ടി നോക്കുമ്പോൾ കണ്ടില്ലേ, നല്ലൊരു നനവിലാണ് കേട്ടോ ഇതെടുത്തിട്ടുള്ളത്. ശരിക്കും ഇങ്ങനെ ഉരുണ്ട് വരണം കേട്ടോ, ആ ഒരു രീതിക്കാവുമ്പോൾ. പിന്നെ ഞാനൊരു 5 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോഴേക്കും ഇത് നല്ലവണ്ണം ഇങ്ങനെ ഓരോന്നായിട്ടുണ്ടായിരുന്നു. നമുക്ക് പുട്ടും കുറ്റിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ അമൃതപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ലെയറായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെയും തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ അമൃതപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നല്ലവണ്ണം തേങ്ങ ഉണ്ടാകുമ്പോൾ കേട്ടോ അതിനൊരു പ്രത്യേക ടേസ്റ്റ്. ഫുള്ളായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുട്ടുമാന് ഗ്യാസിൽ വെള്ളം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആവിയൊക്കെ നല്ലവണ്ണം വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പുട്ടൊന്ന് കുത്തിയെടുക്കാം. ഇപ്പം കണ്ടില്ലേ, നമ്മളെ അടിപൊളി പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ റിലേറ്റീവിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി അമൃതപ്പൊടി വെച്ചിട്ട് ഞാൻ കുറേ റെസിപ്പീസ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പോയി നോക്കിയാൽ കാണാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വേറെയും പല പലഹാരങ്ങളും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, വീണ്ടും കാണാം. നമ്മൾ സോഫ്റ്റാണ് കേട്ടോ. അതെങ്ങനെ പറയാമെന്നറിയില്ല, ഭയങ്കര നമ്മൾ